Hi friends, welcome to our channel. Indian Air Force അഗ്നിപത് പദ്ധതി പ്രകാരം അഗ്നിവീർ വായു ഇൻഡെക് 02/2026 അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു. അൺമാരീഡ് മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. രാജ്യത്തിന്റെ ഡിഫൻസ് സെക്ടറിൽ 4 വർഷത്തെ സേവനത്തിനായി തയ്യാറെടുക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന മികച്ച അവസരമാണിത്. ഓൺലൈൻ അപേക്ഷകൾ 2025 ജൂലൈ 11 തുടങ്ങി ജൂലൈ 31 അവസാനിക്കും. പരീക്ഷകൾ സെപ്റ്റംബർ 25 മുതൽ ആരംഭിക്കും. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം 2005 ജൂലൈ 2 2009 ജനുവരി 2 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. അതേപോലെ തന്നെ നെക്സ്റ്റ് വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ 50% മാർക്കോടെ +2 പാസ്സായിരിക്കണം. അല്ലെങ്കിൽ 3 വർഷത്തെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സോ പൂർത്തിയാക്കിയവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും. മറ്റു വിഷയങ്ങളിൽ പഠിച്ചവരാണെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ 50% മാർക്കോടെ +2 പാസ്സായിരിക്കണം. ഇംഗ്ലീഷിന് 50% മാർക്ക് നിർബന്ധമാണ്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ശാരീരിക യോഗ്യതയാണ്. മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ കുറഞ്ഞത് 152 സെന്റിമീറ്റർ ഉയരം വേണം. ചെസ്റ്റ് 77 സെന്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെന്റിമീറ്ററും ആയിരിക്കണം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ കുറഞ്ഞത് 152 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. നോർത്ത് ഈസ്റ്റ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ ചില പ്രത്യേക മേഖലകളിൽ നിന്നുള്ളവർക്ക് ഉയരത്തിൽ ഇളവുണ്ട്. 4 വർഷത്തെ സർവീസിന് അഗ്നിവീറുകൾക്ക് ലഭിക്കുന്നത് മികച്ച ശമ്പളവും ആനുകൂല്യവുമാണ്. ആദ്യ വർഷം പ്രതിമാസം 30,000 രൂപ പാക്കേജ്. ഇതിൽ 21,000 രൂപ കയ്യിൽ ലഭിക്കും. ബാക്കി തുകയായ 9,000 രൂപ അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് മാറ്റും. ഇതേ തുക സർക്കാർ സംഭാവന ചെയ്യും. 4 വർഷം പൂർത്തിയാകുമ്പോൾ ഏകദേശം 10.04 lakhs രൂപയുടെ സേവാനിധി പാക്കേജ് ലഭിക്കും. ഇത് നിങ്ങൾക്ക് ഭാവിയിലേക്കുള്ള ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. 4 വർഷത്തെ സേവന കാലയളവിൽ അഗ്നിവീറുകൾക്ക് ലഭിക്കുന്ന പ്രധാന ആനുകൂല്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 48 ലക്ഷത്തിന്റെ ലൈഫ് ഇൻഷുറൻസ്, അതുപോലെ തന്നെ സ്കിൽ സർട്ടിഫിക്കറ്റ്, അതായത് സർവീസ് പൂർത്തിയാക്കുന്ന അഗ്നിവീറുകൾക്ക് അവരുടെ കഴിവും പിന്നെ ജോലിയിലുള്ള സ്കില്ലും വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. ഇത് ഫ്യൂച്ചറിൽ മറ്റു ജോലികൾക്ക് അപേക്ഷിക്കാൻ ഏറെ സഹായകമാകും. അതേപോലെ തന്നെ 4 വർഷം പൂർത്തിയാക്കി പുറത്തു വരുന്ന അഗ്നിവീറുകൾക്ക് എക്സ് സർവീസ്മാൻ എന്ന പദവി ലഭിക്കില്ല. കൂടാതെ തന്നെ സേവന കാലയളവിൽ തന്നെ NDA, അതേപോലെ AFCAT തുടങ്ങിയ പരീക്ഷകൾ എഴുതാൻ അഗ്നിവീറുകൾക്ക് അവസരം ലഭിക്കും. പരമാവധി 3 തവണ ഈ പരീക്ഷകൾ എഴുതാനായിട്ട് കഴിയും. ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അഗ്നിവീർ വായുവാകാനുള്ള സെലക്ഷൻ പ്രോസസ് 3 ഘട്ടങ്ങളായാണ് നടക്കുന്നത്. സ്റ്റേജ് 1 ഓൺലൈൻ എക്സാമിനേഷൻ, സ്റ്റേജ് 2 ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് മറ്റ് പരീക്ഷകൾ, സ്റ്റേജ് 3 മെഡിക്കൽ എക്സാമിനേഷൻ. ഇങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. സ്റ്റേജ് 1 വരുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. പരീക്ഷയ്ക്ക് 48 അല്ലെങ്കിൽ 72 മണിക്കൂർ മുമ്പ് നിങ്ങളുടെ ഇമെയിലിൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കും. ഓൺലൈൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയായിരിക്കും ഇത്. ചോദ്യങ്ങൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാകും. ഓരോ ശരി ഉത്തരത്തിനും ഓരോ മാർക്ക് വീതം ലഭിക്കും. എന്നാൽ തെറ്റുത്തരത്തിന് 0.25 മാർക്ക് വീതം കുറയും. ഓരോ വിഷയത്തിലും പ്രത്യേകം പാസ്സാകണം. സ്റ്റേജ് 2 വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആൻഡ് മറ്റു പരീക്ഷകളാണ് വരുന്നത്. ഓൺലൈൻ പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് ഫേസ് 2 അഡ്മിറ്റ് കാർഡ് ലഭിക്കും. ഇവിടെ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ വരുന്നത് ഫസ്റ്റ് റൺ ആണ്. പുരുഷന്മാർ 7 മിനിറ്റിനുള്ളിൽ 1.6 കിലോമീറ്ററും സ്ത്രീകൾ 8 മിനിറ്റിനുള്ളിൽ 1.6 കിലോമീറ്ററും ഓടി പൂർത്തിയാക്കണം. മറ്റു ടെസ്റ്റുകളും വരുന്നുണ്ട്. ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ പുഷപ്സ്, സിറ്റപ്സ്, സ്ക്വാഡ്സ് എന്നിവ ചെയ്യാനുണ്ടാകും. നെക്സ്റ്റ് വരുന്നത് അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആണ്. ഒരു അഗ്നിവീറിന് വ്യോമസേനയുടെ ചലഞ്ചിങ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണിത്. നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് 3 മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അതായത് സ്റ്റേജ് 2 ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിക്കുന്നവരെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കും. സ്റ്റേജ് 1 ഓൺലൈൻ എക്സാമിനേഷന്റെ സിലബസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ വിഭാഗക്കാർക്കും പരീക്ഷയുടെ സമയവും വിഷയങ്ങളും വ്യത്യസ്തമാണ്. സയൻസ് വിഷയങ്ങളിൽ അപേക്ഷിച്ചവരാണെങ്കിൽ ആകെ 60 മിനിറ്റാണ് പരീക്ഷാ സമയം. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യങ്ങൾ +2 CBSE സിലബസ് അടിസ്ഥാനമാക്കി ഉള്ളതായിരിക്കും. സയൻസ് അല്ലാതെ മറ്റ് വിഷയങ്ങളിൽ അപേക്ഷിച്ചവരാണെങ്കിൽ ആകെ 45 മിനിറ്റാണ് സമയം. ഇംഗ്ലീഷ് കൂടാതെ റീസണിങ് ആൻഡ് ജനറൽ അവയർനെസ് എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാകും. എന്നാൽ സയൻസിനും മറ്റു വിഷയങ്ങൾക്കും അപേക്ഷിച്ചവരാണെങ്കിൽ ആകെ 85 മിനിറ്റാണ് പരീക്ഷാ സമയം വരുന്നത്. ഇവർക്ക് സയൻസും കൂടാതെ മറ്റു വിഷയങ്ങളിലെ എല്ലാ പേപ്പറുകളും ഉണ്ടാകും. ഇനി നമുക്ക് ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2025 ജൂണിന് ശേഷം എടുത്ത പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളുടെ ചെസ്റ്റിന് മുന്നിൽ ഒരു കറുത്ത സ്ലേറ്റിൽ വെള്ള ചോക്ക് ഉപയോഗിച്ച് നിങ്ങളുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായിട്ട് എഴുതിയിരിക്കണം. അങ്ങനെ വെച്ചിട്ട് വേണം ഫോട്ടോ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫീസ് 550 രൂപ പ്ലസ് GST ഓൺലൈനായിട്ട് അടയ്ക്കണം. അപേക്ഷയിൽ ആധാർ കാർഡ് നമ്പർ നിർബന്ധമായിട്ടും നൽകുക. ഒരു അപേക്ഷകന് ഒരു തവണ മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചാൽ അത് ക്യാൻസൽ ആകും. എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നോക്കാം. 10ാം ക്ലാസ്സിലെ മാർക്ക് ഷീറ്റ് കൂടാതെ നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഇനി പറയുന്ന ഡോക്യുമെന്റ്സിൽ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുക. അതായത് +2 പാസ്സായവർക്ക് +2ന്റെ മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമക്കാരാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ ഫൈനൽ ഇയർ മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ 2 വർഷത്തെ വൊക്കേഷണൽ കോഴ്സ് ചെയ്തവരാണെങ്കിൽ വൊക്കേഷണൽ കോഴ്സിന്റെ മാർക്ക് ഷീറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ദെൻ ഫോട്ടോ, അതേപോലെ തന്നെ സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ, അതുപോലെ തന്നെ 18 വയസ്സിൽ താഴെയുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെയോ അമ്മയുടെയോ ഗാർഡിയന്റെയോ ഒപ്പുകൂടി അപ്ലോഡ് ചെയ്യുക. ഓൺലൈൻ പരീക്ഷയ്ക്കായിട്ട് 5 കേന്ദ്രങ്ങൾ നിങ്ങൾക്ക് മുൻഗണനാ ക്രമത്തിൽ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പരീക്ഷയ്ക്ക് പോകുമ്പോൾ അനുവദിച്ച തീയതിയിലും സമയത്തും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിറ്റ് കാർഡിന്റെ കളർ പ്രിന്റ് ഔട്ടും ആധാർ കാർഡും നിർബന്ധമായിട്ട് കൊണ്ടുപോവുകയും വേണം. 2ാം ഘട്ട എക്സാമിന് വരുമ്പോൾ എല്ലാ ഒറിജിനൽ വിദ്യാഭ്യാസ രേഖകളും ഹാജരാക്കേണ്ടി വരും. എല്ലാ എക്സാമുകളും പൂർത്തിയാക്കിയ ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 2026 മെയ് 15 സ്റ്റേറ്റ് വൈസ് പ്രൊവിഷണൽ സെലക്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഇതിൽ പേരുണ്ടെന്ന് കരുതി നിങ്ങൾക്ക് ജോലി ഉറപ്പില്ല. കാരണം ഇത് താൽക്കാലിക ലിസ്റ്റ് മാത്രമാണ്. 2026 ജൂൺ 1 ഫൈനൽ എൻറോൾമെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ഈ ലിസ്റ്റിലെ പേരുള്ളവർക്ക് മാത്രമേ ജോലിക്കായിട്ട് വിളിക്കുകയുള്ളൂ. ഈ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻറോൾമെന്റ്. സോ അപേക്ഷ സമർപ്പിക്കേണ്ടത് agnipathvayu.cdsc.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യുക. അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായി വായിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വിവരങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും agnipathvayu.cdsc.in എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.